അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്യാപ്സിക്കം ഓംലെറ്റ് ആണ്. ക്യാപ്സിക്കം ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം ഇട്ടിട്ടുള്ള ഓംലെറ്റ് ഇല്ല, ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു കുറച്ച് വ്യത്യസ്തമായ ഓംലെറ്റ് ആണ്. അപ്പോൾ സംഗതി അടിപൊളി സാധനമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി, ഇത് മല്ലിയില. ഇത് കുറച്ചധികം നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. പാകത്തിന് ഉപ്പ്, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ നമ്മൾ ചേർത്തിട്ടില്ല. നമുക്ക് നമ്മുടെ നാടൻ ഫ്ലേവർ മതി. ഓക്കെ, നമുക്കിത് ചീരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരല്പം വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി, പിന്നീട് നമുക്ക് തിരിച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഓരോ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ആദ്യം ഇതൊന്ന് ചൂടാകട്ടെ. എല്ലാ കളറും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഭംഗിയിലാവും. നമുക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അടിയിൽ കൂടെ പരക്കാനും പാടില്ല, പതുക്കെ പതുക്കെ ഒഴിക്കാൻ പറ്റില്ല. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഉള്ള ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മൊത്തം പരക്കും. ഒരല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടാലേ നമ്മുടെ കേരള ഓംലെറ്റ് ആവുള്ളത്. ആയതായത് മറിച്ചിട്ട് കൊടുക്കാം.
ആയത് എടുക്കാം. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് അത് അടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഫുള്ളായി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ചെറുതായിട്ടൊക്കെ അങ്ങോട്ട് പോകുന്ന കാര്യമില്ല. ഒരല്പം കുരുമുളക് പൊടി ഇത് കുറച്ചെണ്ണത്തിൽ പകുതി ഒഴിച്ചിട്ടുള്ളൂ. കുരുമുളക് പൊടി ഇടാണ്ട് നമ്മുടെ ഓംലെറ്റിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആയത് മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ടേസ്റ്റ് നോക്കണില്ല. എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പർ. അങ്ങോട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. സംഭവം തന്നെ അടിപൊളിയാണ്. ആദ്യം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ പറയുന്നത് ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായി നല്ല ഭംഗിയിലെടുക്കാം. നമുക്ക് ചെറിയ മറ്റേ ഫ്രൈ പാനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ നല്ല ഭംഗിയിലെടുക്കാം. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അത് ക്യാപ്സിക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മുട്ടയൊക്കെ ചേർന്ന് കഴിക്കുമ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അടിപൊളി. സൂപ്പർ.